ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിന് ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് ഓഫ് ഹെൽത്ത് സർവീസ്. സോ ഒരു ഹോസ്പിറ്റലിൻ്റെ വാല്യൂസ് പേഷ്യൻസുമായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിംഗ് ചെയ്താൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പേഷ്യൻസ് ഇൻക്രീസ് ചെയ്യും ഒരു ഹോസ്പിറ്റലിൽ. അതേപോലെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മാർക്കറ്റിംഗ് റിസർച്ച്. മാർക്കറ്റിംഗ് റിസർച്ച് ഫങ്ഷൻസ് എ ലിങ്ക് ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. അതായത് ഈ കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതാരാണ്, കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അവരുടെ ട്രെൻഡ്സ് മനസ്സിലാക്കുക. അതായത് ഇപ്പം മാർക്കറ്റിലുള്ള ട്രെൻഡ്സ്, കോമ്പറ്റീറ്റീവ്സ് ആരാണ്, ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫൈൻ എ ബ്രാൻഡ്. ബ്രാൻഡ് എന്ന് വെച്ചാൽ ഒരു ടേമാണ്. അതൊരു പർട്ടിക്കുലർ ഒരു സിമ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നെയിം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ. ഇതൊക്കെയും ഒരു പർട്ടിക്കുലർ ഗുഡ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിനെയാണ് ബ്രാൻഡ് എന്ന് പറയുക. ISO ബ്രാൻഡ് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. വേൾഡ് എക്സ്പേർട്സ് അംഗീകാരമുള്ളതാണ് ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ISO ബ്രാൻഡ് എന്ന് വെച്ചാൽ ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ഇതൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അതായത് വേൾഡ് എക്സ്പേർട്സ് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വാല്യൂ കൊണ്ടുവരിക പ്രൊഡക്റ്റിനും അതേപോലെ സിസ്റ്റത്തിനും ഒക്കെ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ ആണ് ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ്. ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇവരുടെയൊക്കെ വേർഡ്സ് എന്താണ് കസ്റ്റമേഴ്സ് വിശ്വസിക്കും. അപ്പം ഇവർ മുഖേന മാർക്കറ്റിംഗ് ചെയ്യുക, അതാണ് ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ്. രണ്ടാമത് വരുന്നതാണ് ഗ്രീൻ മാർക്കറ്റിംഗ്. ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഈ എൻവയോൺമെന്റലി സേഫ് ആയ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക. ഓക്കെ. അടുത്തതാണ് വൈറൽ മാർക്കറ്റിംഗ്. വൈറൽ മാർക്കറ്റിംഗ് മീൻസ് ഒരാൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് അവർ പറഞ്ഞിട്ട് അടുത്ത ആൾ വാങ്ങിക്കുക. അതായത് ഒരാൾ സജസ്റ്റ് ചെയ്ത് അങ്ങനെ അടുത്ത ആൾ അങ്ങനെ വാങ്ങിക്കുക. അതാണ് വൈറൽ മാർക്കറ്റിംഗ്. ആക്ച്വലി ഈ ഒരു വൈറൽ എന്നുള്ള വേർഡ് വന്നത് ഇപ്പോൾ വൈറസ് ട്രാൻസ്ഫർ ചെയ്യില്ല ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതേപോലെ പ്രൊഡക്റ്റ് മറ്റൊരാളിലേക്ക് എത്തുക. അതാണ് വൈറൽ മാർക്കറ്റിംഗ്. അടുത്തതാണ് ഗൊറില്ല മാർക്കറ്റിംഗ്. ഗൊറില്ല മാർക്കറ്റിംഗ് മീൻസ് ക്രിയേറ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യുക. ഇപ്പം ഈ ഫ്ലാഷ് മോബ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് ക്രിയേറ്റീവായിട്ട് ഒരു ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുന്നതാണ്. കീവേഡ് മാർക്കറ്റിംഗ്. ഇപ്പം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യില്ല, ഇപ്പം ബെസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ കോഴിക്കോട് അല്ലെങ്കിൽ ബെസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ കണ്ണൂർ എന്ന് കൊടുക്കുമ്പോൾ ഈ ബെസ്റ്റ് എന്ന് വരുമ്പോൾ തന്നെ ബാക്കിയുള്ള വേർഡ്സ് ഇങ്ങനെ വരില്ലേ. അപ്പോൾ ബെസ്റ്റ് ഹോസ്പിറ്റൽ, ഇപ്പോൾ റിവ്യൂവിലൊക്കെ നമ്മൾ ബെസ്റ്റ്, നമ്പർ 1 ഇങ്ങനെയുള്ള കീവേഡ്സ് നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ അതെന്താണ്, അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഈ ഒരു വേർഡ് സെർച്ച് ഹിസ്റ്ററിയിൽ വരിക നമ്മളെ ഹോസ്പിറ്റലിൻ്റെ പേര്. നെക്സ്റ്റ്, ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി നമ്മൾ കാണുന്ന ടെലിവിഷനിലും റേഡിയോയിലും ഒക്കെയുള്ള അഡ്വർടൈസ്മെന്റ്സ് ഇല്ലേ, അതൊക്കെയാണ് ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ്. ഇനി ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇമെയിൽ വഴിയൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാം. ഇപ്പോൾ ഈ വെബ് ഡിസൈനിങ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്. നെക്സ്റ്റ്, മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയ 4P ഉണ്ട്. അതായത് P ലെറ്ററിൽ തുടങ്ങുന്ന 4 കാര്യങ്ങൾ മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ്. ഒന്നാമത്തേത് പ്രൊഡക്റ്റ്. അതായത് എന്ത് പ്രൊഡക്റ്റാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ, ആ കാര്യങ്ങൾ നോക്കണം. രണ്ടാമത്തത് പ്രൈസ്. ഓക്കെ, അതായത് കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, അല്ലെങ്കിൽ അവർക്ക് ആ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ ആ ഒരു പ്രൈസിന് മൂല്യം ഉണ്ട് എന്ന് അവർക്കൊരു തോന്നലുണ്ടാവണം. അപ്പോൾ പ്രൈസ് പ്രധാനപ്പെട്ട ഘടകമാണ് പ്രൈസ് നിശ്ചയിക്കുന്നത്. മൂന്നാമത്തത് പ്ലേസ്. പ്ലേസ് എന്ന് വെച്ചാൽ ഇത് എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഡക്റ്റ്. അതായത് ഓരോ പ്രൊഡക്റ്റും ആവശ്യമായ സ്ഥലത്ത് തന്നെ നമ്മൾ കൊടുക്കണം. നാലാമത്തതാണ് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കൂലേ, ഓഫറൊക്കെ കൊടുക്കൂലേ, അതൊക്കെ എന്താണ്, പ്രൊമോഷനാണ്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കോളും. അതേപോലെ ഈ കൂപ്പൺസ് ഒക്കെ കൊടുക്കൂലേ, അതൊക്കെ എന്താണ്, പ്രൊമോഷനിൽ വരുന്നതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും എന്താണ്, മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷൻ, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ്. ഒന്നാമത്തതാണ് ഓഗ്മെന്റേഷൻ ഓഫ് പേഷ്യൻ്റ് ബേസ്. അതായത് പേഷ്യൻസിൻ്റെ എണ്ണം ഹോസ്പിറ്റലിൽ കൂടി വരും മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. രണ്ടാമത്തത് ലോക്കൽ ഫിസിഷ്യൻ റെഫറൽസ്. ഇപ്പോൾ നമുക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെയാണ് പോവുക. അപ്പോൾ അവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കുറവാണെങ്കിൽ അവിടുത്തെ ഡോക്ടർ എന്ത് ചെയ്യും, മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. സോ ഇങ്ങനെ ഈ ലോക്കൽ ഫിസിഷ്യൻസ് ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ റെഫർ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ആ ഹോസ്പിറ്റലിന് ഗ്രോത്ത് ഉണ്ടാവും.
നെക്സ്റ്റ് മാർക്കറ്റിംഗ് ടെക്നോളജീസ്. മാർക്കറ്റിംഗ് ടെക്നോളജീസിൽ ഫസ്റ്റ് വൺ ആണ് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതായത് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുക, എന്നിട്ട് ഹെൽത്ത് കെയർ ക്യാമ്പയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ നമ്പറൊക്കെ അവിടെ കൊടുക്കുമല്ലോ. അപ്പോൾ അവിടെ പുതിയ ഒരു ഡോക്ടർ വരുമ്പോഴും അവിടെ എന്തെങ്കിലും പുതിയ ഫെസിലിറ്റീസ് ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് മെസ്സേജസ് വരില്ലേ, അതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. രണ്ടാമത്തത് കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. CMS എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ആ ഒരു കോണ്ടന്റ് എന്ത് ചെയ്യുക, പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ. ഇതും എന്താണ്, ഒരു ഇമെയിൽ വഴിയൊക്കെ പേഴ്സണലി ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആഡ് അയക്കുന്നതാണ്. നെക്സ്റ്റ് ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ഐഡിയാസ് ഫോർ ഹെൽത്ത് കെയർ സിസ്റ്റം. ഒന്നാമത്തതാണ് വെൽനസ് ചലഞ്ച്. അതായത് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത ആള് സോഷ്യൽ മീഡിയ വഴി അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതായത് ആ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് പബ്ലിക്ക് അവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള പേഷ്യൻസിന് കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആണ്, അവർക്ക് കുറച്ചും കൂടി വിശ്വാസ്യത ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ അവരെന്താവും, അടുത്ത് അവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകും. രണ്ടാമത്തെ ഒരു ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ഐഡിയ ആണ് വെയിറ്റിംഗ് റൂം എക്സ്പീരിയൻസിൽ നമ്മൾ പുതിയ ബ്രാൻഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാരണം വെയിറ്റിംഗ് റൂമിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല, അപ്പോൾ അവിടെ എന്താണോ പറയുന്നത് നമ്മൾ കേൾക്കും. അപ്പോൾ പുതിയ ബ്രാൻഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെയിറ്റിംഗ് റൂമിൽ ഒരു LED വെച്ചിട്ടൊക്കെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് ബ്ലോഗർ റിലേഷൻ ക്യാമ്പയിൻ. ഇപ്പോൾ ഒരു ബ്ലോഗർ ഒരു ഹോസ്പിറ്റലിനെ പറ്റി എഴുതുമ്പോൾ അവരുടെ ഫോളോവേഴ്സ് കംപ്ലീറ്റ് അത് കാണും, അപ്പോൾ അവരിലേക്കൊക്കെ ഈ ഹോസ്പിറ്റലിനെ പറ്റിയിട്ടുള്ള ന്യൂസ് എത്തും. ഓക്കെ, അപ്പം ബ്ലോഗർ റിലേഷൻ ക്യാമ്പയിൻ. അടുത്തൊരു ക്രിയേറ്റീവ് ഐഡിയ ആണ്, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഫസ്റ്റ് ടൈം ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അവർ മറ്റുള്ളവർക്ക് ഈ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യും. സോ ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവായിട്ടൊക്കെ മാർക്കറ്റിംഗ് ചെയ്താൽ നമ്മളെ ഹോസ്പിറ്റൽ എന്താണ് അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് സർവീസിലെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.